വെൽക്കം ബാക്ക്. ഞാൻ ഗ്രേസ്. സോ നമ്മൾ ഇന്ന് പുതിയൊരു തുന്നലായിട്ടാണ് വന്നതാണ്, എംബ്രോയ്ഡറി ആയിട്ട് വന്നതാണ്. ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ച് തന്നെ നിങ്ങളെ കൂടി കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് എംബ്രോയ്ഡറി. ഞാനിത് തുടങ്ങി കഴിഞ്ഞു. ഇതൊരു ബേബി ഡീറ്റെയിൽസാണ്, ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് വേണ്ടിയിട്ടാണ്. അവളെ കല്യാണത്തിനും എനിക്ക് പോകാൻ പറ്റിയില്ല, പിന്നെ അവൾ ഉണ്ണി ഉണ്ടായപ്പോഴും പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവളോട് ചോദിച്ചിട്ട് ഞാൻ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് തന്നെ. അവൾക്ക് അറിയില്ല എന്തിനാണ് ഞാൻ ഡീറ്റെയിൽസ് വാങ്ങിയെന്നും അവൾക്കറിയില്ല. പക്ഷെ നോക്കാം, അവൾക്ക് ഇഷ്ടാവില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കുഞ്ഞൊരു ക്യൂട്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണത്തിനുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് എന്തായാലും ഉണ്ണി ഉണ്ടായപ്പോൾ എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്തായാലും കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് തരാം, അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസും ഷോർട്ടൊക്കെ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫിനിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മെയിൻ പോർഷൻസ് എല്ലാതും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ പേരും കൂടി ഫില്ലാക്കണ്ടു. ഇനിയുള്ളത് മെയിനായിട്ട് നമുക്ക് ആ ഉണ്ണിയണിയും കൂടി ഒന്ന് ഫിനിഷ് ആക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെ കൊടുക്കും അതിൻ്റെ ഐഡിയ ഒന്നും എനിക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം വെച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്കിൽ കണ്ടില്ലേ, ഫുള്ള് കെട്ടുകൂട്ടാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ചെയ്യാം. ഇത് പഠിച്ചാൽ കാണുമ്പോൾ പ്രേതം പോലൊക്കെ തോന്നിയിരിക്കും. പിന്നെ ഞാൻ അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും, പിന്നെ അത് ഓക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ ഷെയ്ഡിങ്, പിന്നെ കണ്ണ്, മൂക്ക്, വായ, അങ്ങനത്തെ പരിപാടികൾ, പിന്നെ ഹെയർ, പിന്നെ നമ്മൾ ഈ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ കൈ, കാല്, അതൊക്കെ നമ്മൾ വെറുതെ പെയിൻ്റ് അടിച്ച് പോയതല്ലേ, അതൊന്ന് ഡിഫൈൻ ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ ത്രെഡ് കൊണ്ട് തുന്നണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് ആ ഒരു ഡ്രസ്സും കൂടി ആ ഉണ്ണിയുടെ ഇതിന് ചെയ്യണ്ടു. ബാക്കിയെല്ലാം ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ബാക്ക് സ്റ്റിച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റ് ആവും. ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള പിക്ക് എന്തായാലും ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഈ ക്യൂട്ട് കുട്ടീനാണ് നല്ല സ്ഥലം. ഓക്കെ, അങ്ങനെ നല്ല വെയിലുണ്ട്, പുറത്താണ് നിൽക്കുന്നത്. നല്ല വെയിൽ, നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്കൊരു ചെറിയൊരു ബിസിനസ് പോലെ തുടങ്ങാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. തുന്നലൊക്കെ പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും. ഞാനിതുപോലെ പെട്ടെന്ന് ഒരു യാദൃശ്ചികമായി തുടങ്ങിയതാണ്. ആ സ്റ്റോറി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ, ടാറ്റാ.